Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ബോട്ടണിയിലെ ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയ പോയിന്റുകളാണ്. നമുക്കറിയാം നമ്മുടെ ഹയർ സെക്കൻഡറി +1 പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു. SCERTയും ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങളുടെ ഫോക്കസ് ഏരിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു ചർച്ചയാണ് നമ്മുടെ ഈ സെഷനുകളിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈവ് കിങ്ഡം. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. R.H. വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത, റോബർട്ട് H. വിറ്റാക്കർ 1969 പ്രപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. മറ്റൊന്ന് കിങ്ഡം ഫംഗൈ. നമുക്കറിയാം, നമുക്ക് മൊനേറ, പ്രോട്ടിസ്റ്റ, അതുപോലെ ഫംഗൈ, പ്ലാന്റ് ഓർ പ്ലാൻ കിങ്ഡം ആൻഡ് അനിമാലിയ. ഇങ്ങനെ 5 കിങ്ഡം ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ 5 കിങ്ഡത്തിൽ നമുക്ക് ഒരേ ഒരു കിങ്ഡം മാത്രമാണ് പഠിക്കാനുള്ളത്, കിങ്ഡം ഫംഗൈ. അത് പേജ് നമ്പർ 22ഉം 23ഉം SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 22, 23. അതുപോലെ വൈറസുകൾ പേജ് നമ്പർ 25, 26 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വൈറസുകളെ കുറിച്ച് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷന് ഹയർ സെക്കൻഡറിയുടെ +1 പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ നമ്മൾക്ക് നോക്കാം. അതിന് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് തുടങ്ങുന്നതിന് മുൻപ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ലിനേയസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലിനേയസിന് നമുക്കറിയാം, ലിനേയസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ലിനേയസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത ശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നുള്ള കാര്യം. ബൈനോമിയൽ നോമൻക്ലേച്ചർ നോമൻക്ലേച്ചർ ജീനസ് നെയിമും സ്പീഷീസ് നെയിം ഉപയോഗിച്ചിട്ടുള്ള നോമൻക്ലേച്ചർ. നമ്മൾ മലയാളത്തിൽ ഇതിനെ പറയുന്ന പേരാണ് ദ്വിനാമപദ്ധതി. എന്താണ് പറയുക? ദ്വിനാമപദ്ധതി അല്ലെ, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശാസ്ത്രജ്ഞനാണ് കോൾ ലിനേയസ് 1788. അതേ ലിനേയസ് തന്നെ അദ്ദേഹമാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ജീവിവർഗത്തെ 2 കിങ്ഡമായി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് 2 കിങ്ഡങ്ങൾ? പറയൂ, ഏതൊക്കെയാണ് 2 കിങ്ഡങ്ങൾ? ഒന്ന് പ്ലാൻ കിങ്ഡം എന്ന പ്ലാന്റേയും അതുപോലെ അനിമാലി. അദ്ദേഹത്തെ കോളിനിയസിനെ വിളിക്കുന്ന പേര് നമുക്കറിയാം, ഫാദർ ഓഫ് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത് കോൾ ലിനേയസ് ആകുന്നു. കോൾ ലിനേയസിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഫാദർ ഓഫ് ടാക്സോണമി, ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കോൾ ലിനേയസ് ആണ്. അദ്ദേഹമാണ് 2 കിങ്ഡങ്ങളായി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു 2 കിങ്ഡങ്ങൾ? പ്ലാന്റ്, അനിമാലിയ. ഈ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഫൈവ് കിങ്ഡത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അറിയുന്നത് നല്ലതാണ്. അതുകൊണ്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയത്. എന്തെല്ലാമാണ് ഇതിന്റെ ഡ്രോബാക്കുകൾ? ഒന്ന്,
പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. നമുക്കറിയാം എന്താണ് പ്രോകാരിയോട്ടുകൾ എന്ന് നമുക്കറിയാം. എന്താണ് പ്രോകാരിയോട്ടുകൾ? പ്രോകാരിയോട്ട് എന്ന് പറയുന്നത് പ്രോകാരിയോട്ട്, പ്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് എന്നും കാരിയോ എന്നാൽ ന്യൂക്ലിയസ് എന്നുമാണ്. അപ്പൊ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസുകൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത പ്രോകാരിയോട്ടുകൾ, ബാക്ടീരിയകൾ, സൈനോ ബാക്ടീരിയ പോലുള്ള ഓർഗാനിസമും അതേപോലെ തന്നെ യൂകാരിയോട്ടുകളും ട്രൂ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള യൂകാരിയോട്ടുകളും ഒരേ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു, അതായത് കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ ഡ്രോബാക്ക്. കാരണം ലിനേസിന്റെ ക്ലാസിഫിക്കേഷനിൽ സെൽ ടൈപ്പിനെ കുറിച്ച്, സെല്ലിന്റെ ക്യാരക്ടറിനെ കുറിച്ച് അനലൈസ് ചെയ്തിരുന്നില്ല. രണ്ടാമത്തേതാണ് മൾട്ടി സെല്ലാർ ഓർഗാനിസവും യൂണിസെല്ലാർ ഓർഗാനിസവും ഒരേ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ അനിമൽ കിങ്ഡത്തിലാണെങ്കിൽ ക്ലാമിഡോമോണസും അതുപോലെ തന്നെ ഹയർ പ്ലാന്റുകളും. ക്ലാമിഡോമോണസ് ഒരു സിംഗിൾ സെൽഡ് ആൽഗിയാണ് നമുക്കറിയാം. അതേപോലെ അനിമൽ കിങ്ഡത്തിലാണെങ്കിൽ അമീബ, പാരമീസിയം പോലുള്ള യൂണിസെല്ലാർ ഓർഗാനിസം ഏതിൽ ഉൾപ്പെടുന്നു? യൂണിസെല്ലാർ ഓർഗാനിസം നമ്മളുടെ അനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ മറ്റ് മൾട്ടി സെല്ലാർ ഓർഗാനിസം അവിടെയാണ്. അപ്പോൾ അവിടെ ലിനേസിന്റെ ക്ലാസിഫിക്കേഷനിൽ ടു കിങ്ഡം അല്ലെങ്കിൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ യൂണിസെല്ലാർ എന്നോ മൾട്ടി സെല്ലാർ എന്നോ എന്തില്ല, വേർതിരിവില്ല. മൂന്നാമത്തെ കാര്യം, ഹെറ്ററോട്രോഫിക് ഓർഗാനിസം, ഫംഗസുകളും ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സും ഒരേ വിഭാഗത്തിലാണ്, പ്ലാന്റ് കിങ്ഡത്തിലാണ് ഉൾപ്പെട്ടത്. കാരണം ഇവർക്ക് എന്തുണ്ട്? സെൽ വാളുണ്ട്. ഫംഗസിനും സെൽ വാളുണ്ട്, പ്ലാന്റിനും സെൽ വാളുണ്ട്. പക്ഷേ ഫംഗസിന്റെ സെൽ വാളിന്റെ പ്രത്യേകത അത് കൈറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൈറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വിശദമായ അനാലിസിസ്, വിശദമായ പഠനങ്ങൾ ലിനേസ് നടത്തിയില്ല. അതുകൊണ്ട് നമുക്ക് എന്താവശ്യമാണ്? ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നു. 2 കിങ്ഡവും 3 കിങ്ഡവും നമ്മൾ പറയുന്നില്ല, 5 കിങ്ഡത്തിലേക്ക് പറയുന്നു. ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? R.H. വിറ്റാക്കർ. മറക്കരുത്, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. R.H. വിറ്റാക്കർ 1969 അമേരിക്കക്കാരനാണ്, USA കാരനാണ് R.H. വിറ്റാക്കർ. ഇദ്ദേഹമാണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? 5 കിങ്ഡം. ഏതൊക്കെയാണ് 5 കിങ്ഡം? മൊനേറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമാലിയ. പ്ലാന്റേയും അനിമാലിയയും നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുമുണ്ട്. എന്നാൽ ഇവിടെ വരുന്നു ഏതൊക്കെയാണ്? അനിമാലിയ, പ്ലാന്റ് 2 കിങ്ഡത്തിലുള്ളതാണ്. പുതിയ കിങ്ഡം ഫംഗൈ, പ്രോട്ടിസ്റ്റ, മൊനേറ. 3 കിങ്ഡവും അതുപോലെ 4 കിങ്ഡവും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല, കാരണം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്നതല്ല. ഇനി ഈ ക്ലാസിഫിക്കേഷന്റെ ബേസ് അല്ലെങ്കിൽ ദ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? സെൽ സ്ട്രക്ചർ. എന്താണ് സെൽ സ്ട്രക്ചർ? സെൽ സ്ട്രക്ചർ, സെല്ലിന്റെ കോംപ്ലക്സിറ്റി, വെദർ ദ സെൽ ഈസ് പ്രോകാരിയോട്ട് ഓർ യൂകാരിയോട്ട്. whether the cell is prokaryote or eukaryote. സെല്ല് പ്രോകാരിയോട്ട് ആണോ അതോ യൂകാരിയോട്ട് ആണോ? രണ്ടാമത്തേതാണ് താലസ് ഓർഗനൈസേഷൻ, അതായത് യൂണിസെല്ലുലാർ ആണോ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണോ? മൾട്ടി സെല്ലുലാർ, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. മോഡ് ഓഫ് ന്യൂട്രീഷൻ നമുക്കറിയാം, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഫംഗസും ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സും പ്ലാന്റ് കിങ്ഡത്തിലായിരുന്നു സെൽവാളിന്റെ പ്രത്യേകതകൾ കൊണ്ട്. അപ്പൊ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഓട്ടോട്രോഫ് ആണോ ഹെറ്ററോട്രോഫ് ആണോ? അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതെല്ലാം അദ്ദേഹം ഉപയോഗിച്ച ക്രൈറ്റീരിയകളാണ്. മറ്റൊന്നാണ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻ. എന്താണ് ഫൈലോജനറ്റിക് റിലേഷൻ? ദാറ്റ് ഈസ് ഇവല്യൂഷണറി റിലേഷൻ. പരിണാമപരമായ ബന്ധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നോക്കാം, R.H. വിറ്റാക്കറിന്റെ ക്രൈറ്റീരിയകൾ എന്തെല്ലാമാണ്? 5 ക്രൈറ്റീരിയ: സെൽ ടൈപ്പ് ഓർ സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ ഓർ താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ദ ഫിഫ്ത് വൺ ഈസ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇപ്പൊ 5 ക്രൈറ്റീരിയകൾ ഉപയോഗിച്ച് അദ്ദേഹം ലിവിംഗ് വേൾഡിനെ, ബയോളജിക്കൽ വേൾഡിനെ 5 കിങ്ഡങ്ങളായി ഡിവൈഡ് ചെയ്തു.
5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. കിങ്ഡം മൊനേറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമാലിയ. ഇപ്പോൾ നോക്കുക, 5 ക്രൈറ്റീരിയകൾ, 5 കിങ്ഡം. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫൈലോജെനറ്റിക് റിലേഷൻ. എന്താണ് ഫൈലോജെനറ്റിക് റിലേഷൻ? ഫൈലോജെനറ്റിക് റിലേഷൻ ഈസ് ദി ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം 5 കിങ്ഡമായി. ഇതാണ് ഔട്ട്ലൈൻ, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഔട്ട്ലൈൻ. നോക്കുക, 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? കിങ്ഡം മൊനേറ 1, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. മൊനേറയുടെ ക്യാരക്ടർ നോക്കാം. മൊനേറൻസ് ആർ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. എന്താണ് പ്രോകാരിയോട്ട്? നമ്മൾക്കറിയാം, പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് സെൽസ്. ന്യൂക്ലിയസിന് എന്ത് ഇല്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. നോക്കുക, ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. എന്നാൽ ബാക്കി എല്ലാ കിങ്ഡവും യൂകാരിയോട്ടിക് കിങ്ഡങ്ങളാണ്. യൂകാരിയോട്ടിക്, യു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മക്കളെ? യു മീൻസ് ട്രൂ. യൂകാരിയോട്ട് വിച്ച് മീൻസ് ട്രൂ കാരിയോട്ട്, ട്രൂ ന്യൂക്ലിയേറ്റഡ് സെൽ. സോ നോക്കാം, ബാക്കി എല്ലാ കിങ്ഡത്തിലും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. അപ്പോ ആദ്യത്തെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു, മൊനേറ മാത്രമാണ് പ്രോകാരിയോട്ടിക് കിങ്ഡം. മൊനേറയിൽ മാത്രമാണ് എന്തില്ലാത്തത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. നമ്മൾ സെല്ല് പഠിക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. സെല്ലിന്റെ ഭാഗത്ത് നമ്മൾ വിശദമായി പഠിക്കുന്നു എന്താണ് പ്രോകാരിയോട്ടിക് സെൽ, എന്താണ് യൂകാരിയോട്ടിക് സെൽ. അപ്പൊ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ള പ്രോകാരിയോട്ടുകൾക്ക് മാത്രമായി, പ്രിമിറ്റീവ് സെൽഡ് ആയിട്ടുള്ള പ്രോകാരിയോട്ടുകൾക്ക് മാത്രമായി ഒരു കിങ്ഡം, ആൻഡ് ദാറ്റ് ഈസ് കിങ്ഡം മൊനേറ. ആൻഡ് മൊനേറയുടെ സെൽ വാൾ നോക്കാം. സെൽ വാൾ പ്രസന്റ്, നോൺ സെല്ലുലോസിക്. എന്താണ് നോൺ സെല്ലുലോസിക്? നോൺ സെല്ലുലോസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലോസ് ആബ്സെന്റ് ആണ്. സെല്ലുലോസ് ഇല്ല, സെല്ലുലോസ് അല്ലാത്ത സ്ട്രക്ചർ കാണുന്നു. സെല്ലുലോസ് ഇല്ലാത്ത സ്ട്രക്ചർ ഏതാണ്? ദാറ്റ് ഈസ് സെല്ലുലോസ് ഇല്ലാത്ത സ്ട്രക്ചർ ആണ് പോളിസാക്കറൈഡും അമിനോ ആസിഡും മാത്രമുള്ള പോളിസാക്കറൈഡ് പ്ലസ് അമിനോ ആസിഡ്. പോളിസാക്കറൈഡും അമിനോ ആസിഡും കൂടി ചേർന്ന പ്രത്യേക കെമിക്കലാണ് സെൽ വാളിൽ കാണുക. ഇത് നമ്മൾ പറയുന്നു പെപ്റ്റിഡോഗ്ലൈക്കൺ. പെപ്റ്റൈഡ് എന്ന് പറയുന്നത് അമിനോ ആസിഡുകളിലുള്ള ബോണ്ടുകളാണ്. ഗ്ലൈക്കൻ അഥവാ ഗ്ലൂക്കോസ് പോളിസാക്കറൈഡിനെ സൂചിപ്പിക്കുന്നു. സോ ദേ ആർ വിത്ത് പെപ്റ്റിഡോഗ്ലൈക്കൺ. So the cell wall of monerans are with peptidoglycan or polysaccharide plus amino acid. Important ആണ്, മറക്കരുത്. And protistയിൽ cell wall present ആണ്, അതിനർത്ഥം ചിലരിൽ ആബ്സെന്റ് ആണ്. നോക്കാം, ഫംഗസിന്റെ സെൽ വാൾ കൈറ്റിന് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതും നോൺ സെല്ലുലോസിക് ആണ്, മറ്റ് ചില പോളിസാക്കറൈഡുകളും ഉണ്ട്. ആൻഡ് പ്ലാന്റയിൽ സെൽ വാൾ പ്രസന്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് സെല്ലുലോസിക്. അനിമാലിയിൽ സെൽ വാൾ ഈസ് ആബ്സെന്റ്. അപ്പോ ഓരോ കിങ്ഡത്തിന്റെയും സെൽ വാളിന്റെ നേച്ചറാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം ബോഡി ഓർഗനൈസേഷൻ. താലസ് ഓർഗനൈസേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ഒന്ന് സെൽ ടൈപ്പ്, മറ്റൊന്ന് ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇത് 3 എണ്ണമാണ് പ്രധാനപ്പെട്ടത്. ഇത് കൂടാതെ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും ഫൈലോജെനറ്റിക് റിലേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ മൊനേറയിൽ നോക്കുക, ഓട്ടോട്രോഫ് ആണ്, ഫോട്ടോസിന്തറ്റിക് ഓർ കീമോസിന്തറ്റിക്. ഈ കീമോസിന്തറ്റിക് നേച്ചർ നോക്കുക, ഈ കീമോസിന്തറ്റിക് നേച്ചർ ആരിൽ മാത്രമാണുള്ളത്? കിങ്ഡം മൊനേറയിൽ മാത്രമാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. കിങ്ഡം മൊനേറയുടെ മാത്രം ക്യാരക്ടറാണ്
കീമോസിന്തറ്റിക് നേച്ചർ. ഫോട്ടോസിന്തസിസ് മറ്റ് കിങ്ഡത്തിലും ഉണ്ടെങ്കിലും കീമോസിന്തസിസ് എന്ന് പറയുന്ന ക്യാരക്ടർ ദാറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ കിങ്ഡം മൊനേറ. അതുപോലെ ഹെറ്ററോട്രോഫിക് ആവാം, സാപ്രോഫൈറ്റോ പാരസൈറ്റോ ആവാം. ഡെഡ് മെറ്റീരിയലുകളിൽ ഡികമ്പോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആവാം. ഇനി പ്രോട്ടിസ്റ്റ ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആവാം, അതുപോലെ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആവാം. ഫംഗൈ ഹെറ്ററോട്രോഫ് ആണ്. ദേ ആർ അബ്സോർപ്റ്റീവ് ഓർഗാനിസം. ഡൈജഷൻ പുറത്തു വെച്ച് നടത്തി ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഫംഗസ്, സാപ്രോഫൈറ്റോ, അല്ലെങ്കിൽ പാരസൈറ്റുകളാവാം. പാരസൈറ്റ് പരാതജീവികളാണ്, പരാതമാണ്. അല്ലെങ്കിൽ ഡെഡ് മെറ്റീരിയലിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ക്യാരക്ടർ ആര് കാണിക്കാറുണ്ട്? ഫംഗസുകൾ കാണിക്കാറുണ്ട്. നോക്കാം. പ്ലാന്റ് ഓട്ടോട്രോഫിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക്, അനിമാലിയ ഹെറ്ററോട്രോഫിക്, ഹോളോസോയിക് ഓർഗാനിസം. ദേ ആർ ഫുഡ് സോളോയിങ്. ആഹാരം വിഴുങ്ങുന്ന നേച്ചറാണ് കാണിക്കുന്നത്. ആഹാരം വിഴുങ്ങുന്ന നേച്ചറാണ് ആര് കാണിക്കുന്നത്? നമ്മളുടെ കിങ്ഡം അനിമാലിയിലെ മെമ്പേഴ്സ് കാണിക്കുക. കിങ്ഡം അനിമാലിയിലെ മെമ്പേഴ്സ് കാണിക്കുന്ന ക്യാരക്ടറാണ് പറഞ്ഞത്. ഇനി അടുത്തത്, ഇപ്പൊ ഇതാണ് ഔട്ട്ലൈൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഔട്ട്ലൈനെ പഠിക്കാനുള്ളൂ. അപ്പൊ ഈ ടാബുലാർ കോളത്തിലുള്ള ക്യാരക്ടറുകൾ നമ്മൾ വളരെ വിശദമായി ഈ രീതിയിൽ തന്നെ വിശദമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ള കാര്യം കിങ്ഡം ഫംഗയും അതേപോലെ തന്നെ വൈറസുകളും മാത്രമാണ്. വേറൊന്നും പഠിക്കാനില്ല. ഇപ്പൊ പേജ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പേജ് നമ്പറുകൾ മാത്രം പഠിക്കുക. അതിന്റെ വിശദമായ രൂപമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കിങ്ഡം ഫംഗയുടെ പ്രത്യേകത, ദേ ആർ യുണീക്ക് കിങ്ഡം ഓഫ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ഹെറ്ററോട്രോഫുകൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ്. ദേ മേ ബി സാപ്രോഫൈറ്റ് അല്ലെങ്കിൽ പാരസൈറ്റ് ആവാം. സാപ്രോഫൈറ്റുകളാവാം അല്ലെങ്കിൽ പാരസൈറ്റുകളാവാം. ദേ ആർ കോസ്മോപൊളിറ്റൻ. എന്താണ് കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ? സർവവ്യാപി അല്ലെ? സർവവ്യാപി, അതായത് എല്ലാ എൻവയോൺമെന്റൽ കണ്ടീഷനുകളും, പ്രധാനമായും മോയിസ്റ്റ് എൻവയോൺമെന്റ് ആണ് ഇതുള്ളതെങ്കിലും എല്ലാം ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത്, പ്ലാന്റിന്റെ ബോഡിയിൽ, വെള്ളത്തിൽ, അന്തരീക്ഷത്തിൽ, അതുപോലെ നമ്മുടെ ഫുഡ് സ്റ്റഫുകളിൽ, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലും വളരെ വ്യത്യസ്തമായ ഹാബിറ്റാറ്റുകളിൽ നമുക്ക് കിങ്ഡം ഫംഗയിലെ മെമ്പേഴ്സിനെ കാണാം. They grow in warm and humid places. They grow in warm and humid places. വാം ആയിട്ടുള്ള ഹ്യൂമിഡ് റീജിയനുകളിലാണ് കാണുക. ബ്രെഡ് മോൾഡ്, ഓറഞ്ച് റോട്ട്, മഷ്റൂം, ടോഡ് സ്റ്റൂൾ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഫംഗസുകളാണ്. വൈറ്റ് സ്പോട്ട് ഓൺ മസ്റ്റാർഡ് ലീഫ് ആർ ഡ്യൂ ടു പാരസൈറ്റിക് ഫംഗസ്. ആൽബുഗോ എന്ന് പറയുന്ന ഫംഗസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതാണ് വൈറ്റ് സ്പോട്ട്. നോക്കുക, ഇവിടെ വൈറ്റ് സ്പോട്ടുകൾ നോക്കുകയാണ്. ബ്രെഡ് മോൾഡ്, റൈസോപ്പസ് ഉണ്ടാക്കുന്ന ബ്രെഡ് മോൾഡ് റൈസോപ്പസ് ആണ്. ഓറഞ്ച് റോട്ട്, അമാനിറ്റ എന്ന് പറയുന്ന എന്ന ടോഡ് സ്റ്റൂ. മഷ്റൂം അഗാരിക്കസ് എന്ന മഷ്റൂം അഗാരിക്കസ്. കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വ്യത്യസ്തമായ രീതിയിൽ അത് പാരസൈറ്റുകളാവാം അല്ലെങ്കിൽ സാപ്രോഫൈറ്റുകളെ. പാരസൈറ്റ് ഓൺ പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ ബീങ്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ബ്ലാക്ക് ഫംഗസുകൾ, വൈറ്റ് ഫംഗസുകൾ രോഗങ്ങൾ കോവിഡ് ബാധിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്ന സമയങ്ങളിൽ വരികയും മാരകമായി മാറുകയും കാഴ്ച നഷ്ടപ്പെടുകയും മരണത്തിന് വിധേയമാവുകയും ചെയ്ത വാർത്തകളെല്ലാം നമ്മളെ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കുക, ഇതെല്ലാം ഫംഗസുകൾ ഉണ്ടാക്കുന്നതാണ്. മ്യൂക്രോസിസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും. അടുത്ത ഫൈക്കോമൈസറ്റിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. സം ഫംഗൈ ആർ ദ സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്. പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് എടുക്കുന്നത് പെനിസീലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഈ ഫംഗസിൽ നിന്നാണ്. ഇതാണ് പെനിസീലിയം നൊട്ടേറ്റം. പെനിസീലിയം എന്താണ് എടുക്കുന്നത്? ആന്റിബയോട്ടിക് പെനിസിലിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. Some unicellular fungi, that is yeast, used to make bread and beer. Alcoholic
ബീവറേജ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈസ്റ്റ് നമ്മുടെ വീടുകളിലെല്ലാം അപ്പം ഉണ്ടാക്കുന്നതിനും ബ്രെഡ് ഉണ്ടാക്കുന്നതിനും കേക്ക് നിർമ്മിക്കുന്നതിനെല്ലാം ഈസ്റ്റ് നിർമ്മിക്കും, അത് ഈസ്റ്റ് ഉപയോഗിക്കും. അതേപോലെ അതർ ഫംഗൈ ദാറ്റ് കോസസ് ഡിസീസസ് ഓൺ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, പ്ലാന്റ്സിലും ആനിമൽസിലും എന്തുണ്ടാക്കുന്നു, ഡിസീസുകൾ ഉണ്ടാക്കുന്ന ഫംഗസുകൾ നമുക്ക് കാണാം. അതിലൊന്നാണ് വൈറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ, വീറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ, പക്സീനിയ ഉണ്ടാക്കുന്ന റസ്റ്റ് ഡിസീസ്. അതുകൊണ്ട് തന്നെ പക്സീനിയ നമ്മൾ വിളിക്കുന്ന പേരാണ് റസ്റ്റ് ഫംഗസ് എന്ന് പറയാറുണ്ട്, റസ്റ്റ് ഫംഗസ്. ഇതൊക്കെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ യൂണിസെല്ലാർ ഫംഗസ് നമുക്കറിയാം, മൾട്ടി സെല്ലാർ ഓർഗാനിസംസ് ആണ് ഉൾപ്പെടുന്നതെങ്കിലും യൂണിസെല്ലാർ മെമ്പർ ഈസ്റ്റ് എന്ന് പറയുന്ന മെമ്പർ നമുക്ക് ഏതിൽ ഉൾപ്പെടുന്നുണ്ട്, ഈ കിങ്ഡത്തിന്റെ ഭാഗമായി ഉൾപ്പെടുന്നുണ്ട്. ഒരേ ഒരു യൂണിസെല്ലാർ മെമ്പറാണ് നമുക്ക് കാണാൻ കഴിയുക. നോക്കുക, എക്സെപ്റ്റ് ഈസ്റ്റ് ഫംഗൈ ആർ ഫിലമെന്റസ്. ഈസ്റ്റ് ഒഴിച്ച്, ഈസ്റ്റ് അല്ലാത്ത ബാക്കി എല്ലാ ഫംഗസുകളും ഫിലമെന്റസ് ആണ്. ആൻഡ് ദെയർ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഹൈഫേ. ഇങ്ങനെ കെട്ടുപണിഞ്ഞ് കിടക്കും, നമ്മൾ ബ്രെഡിലൊക്കെ കാണുന്ന ഇങ്ങനെ നാര് പോലെ വെളുത്ത കോട്ടണി മാസ് കാണാം, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഫേ. ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ആർ കോൾഡ് ആസ് മൈസീലിയം. അപ്പൊ ഈ ഓരോ ഇതിന് ഈ നെറ്റ്വർക്ക്, ഈ ടോട്ടൽ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പേര് പറയുന്നത്, മൈസീലിയം എന്നും, ഇതിലെ ഒരു ഇൻഡിവിജ്വൽ പാർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു, ഹൈഫേ എന്ന് പറയുന്നു. രണ്ട് തരത്തിലുള്ള ഹൈഫേ ഉണ്ട്. ഒന്ന് സീനോസൈറ്റിക് ഹൈഫേ, രണ്ട് തരത്തിലുള്ള ഹൈഫേ. ഏതൊക്കെയാണ്? ഒന്ന് സെപ്റ്റേറ്റ് സീനോസൈറ്റിക് ഹൈഫേ ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫേ. എന്താണ് എ സെപ്റ്റേറ്റ് ഹൈഫയുടെ പ്രത്യേകത? A septate which means A septate. A means not. A septate എന്ന് പറഞ്ഞാൽ സെപ്റ്റ ഇല്ല, ക്രോസ് വാൾ ഇല്ല. അതുകൊണ്ട് തന്നെ they are continuous tubes with multinucleated cytoplasm. അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കാണാം, അവിടെ സൈറ്റോപ്ലാസം കണ്ടിന്യൂസ് ആണ്, ക്രോസ് വാളുകളില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് സൈറ്റോപ്ലാസം ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ, ആ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സീനോസൈറ്റിക്. സീനോം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഫ്യൂസ്ഡ് എന്നാണ്. സൈറ്റോ സെൽ, സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നു, അതായത് കുറെ സെല്ലുകൾ കൂടിച്ചേർന്ന്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഓരോ ക്രോസ് വാളുകൾ നമുക്ക് കാണാം. ഇത് ക്രോസ് വാൾ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. അടുത്ത് നോക്കാം, സെപ്റ്റേറ്റ് ഹൈഫേ. ഇത് സെപ്റ്റേറ്റ് ഹൈഫേ ആണ്, അവിടെ ക്രോസ് വാളുകളുണ്ട്, അതുകൊണ്ട് തന്നെ യൂണിസെല്ലുലാർ ആണ്. ഫംഗൽ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. അപ്പോൾ സെൽ വാളിന്റെ കെമിക്കൽ കോമ്പിനേഷൻ നമുക്കറിയണം. എന്താണ്? കൈറ്റിൻ. കൈറ്റിൻ എന്ന് പറയുന്നതാണ്, കൈറ്റിൻ നമ്മൾ പഠിക്കുക അനിമൽ കിങ്ഡത്തിൽ കോക്രോച്ച് പോലുള്ള ആർത്രോപോലുള്ള ഇൻസെക്റ്റുകളുടെ എക്സോസ്കെൽറ്റനിലാണ് കൈറ്റിൻ കാണുക. ഇത് ഫംഗൽ കൈറ്റിൻ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് കെമിക്കൽ. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കെമിക്കലുകളിൽ ഒന്നാണ് കൈറ്റിൻ. ഇനി സെപ്റ്റേറ്റ് ഹൈഫേ നോക്കുക, ഇവിടെ ക്രോസ് വാളുകൾ ഇല്ല, ഉണ്ടോ? ക്രോസ് വാൾ ഇല്ലാതെ കണ്ടിന്യൂസ് സൈറ്റോപ്ലാസം ആണ്, കണ്ടിന്യൂസ് ആയിട്ട്. അതുകൊണ്ട് നമ്മൾ ഇത് സെപ്റ്റേറ്റ് ആണ്, ഇവിടെ കണ്ടിന്യൂസ് സൈറ്റോപ്ലാസം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സീനോസൈറ്റിക്, കണ്ടിന്യൂസ് cytoplasm. And this is septate hyphae. Septate and aseptate hyphae. അടുത്ത നോക്കാം, ഇത് ഫംഗസിന്റെ സെൽ വാൾ ആണ്, ഇതാണ് കൈറ്റിൻ. നോക്കുക, ഫംഗസിന്റെ സെൽ വാളിന്റെ ഒരു മോളിക്കുലർ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, ഈ ലെയർ ആണ് കൈറ്റിൻ, ഈ കാണുന്നത്. ഓക്കെ, ഇത് മാനോപ്രോട്ടീൻ, ഗ്ലൂക്കൻ, ഇത് സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ. സെൽ വാളിലുള്ള വളരെ പ്രധാനപ്പെട്ട കെമിക്കലാണ് chitin. And most of the fungi are saprophytes and they absorb soluble organic matter from dead substances. And some are parasites. അത് ലിവിങ് ഓർഗാനിസത്തിലാണ് ജീവിക്കുന്നത്, ലിവിങ് ഓർഗാനിസം. And some live as symbiont. എന്താണ് സിംബയോൺ? മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള, മ്യൂച്വലി ബെനിഫിറ്റഡ് ഓർഗാനിസം. അവിടെ ലൈക്കൺ എന്ന് പറയുന്ന, ലൈക്കൺ, ലിച്ചൻ എന്ന് വായിക്കരുത്, ലൈക്കൺ ഫംഗസിന്റെയും ആൽഗയുടെയും ഒരു സിംബയോണ്ട് ആണ്. ഫംഗൽ കമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ്
മൈക്കോബയോണ്ട് എന്നും ആൽഗൽ കമ്പൗണ്ട് നമ്മൾ പറയുന്നു ഫൈക്കോബയോണ്ട് എന്നുമാണ് പറയുക. എന്താണ് പറയുക? ഫംഗസിനെ ഫംഗസ് കമ്പൗണ്ടിനെ മൈക്കോബയോണ്ട് എന്നും, മൈക്കോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഫംഗസ് എന്നാണ്. മൈക്കോളജി ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ്. ആൻഡ് ഇവര് ന്യൂട്രിയൻസ് അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് പ്രൊവൈഡ് ഷെൽട്ടർ. ഇതാണ് ഇവർ കൊടുക്കുന്ന സഹായം. എന്നാൽ ആൽഗയിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫൈക്കോബയോണ്ട് കൊടുക്കുന്നത് ഫോട്ടോ സിന്തറ്റിക് ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഇവര് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു മ്യൂച്വലി ബെനിഫിറ്റഡ് അസോസിയേഷൻ ആണ് ആര് ചെയ്യുന്നത്? ലൈക്കൺകാർ. ഇനി മൈക്കോറൈസ എന്ന് പറയുന്ന മറ്റൊരു റിലേഷൻ ഉണ്ട്. മൈക്കോറൈസയുടെ പ്രത്യേകത, മൈക്കോ മീൻസ് ഫംഗസ്, റൈസ മീൻസ് റൂട്ട്. ദിസ് ഈസ് എ മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ് ആൻഡ് ഫംഗസ്. അപ്പോൾ റൂട്ട് ഷെൽട്ടറും അതുപോലെ ഫുഡും കൊടുക്കുമ്പോൾ ഫംഗസ് ചെയ്യുന്നത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ന്യൂട്രിയന്റിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുന്നത് ലൈക്കൺ ആണ്. ഇത് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഫംഗസുകൾ, ഡെഡ് മെറ്റീരിയൽ പ്ലാന്റിന്റെ ഒരു മരത്തടിയിൽ വളരുന്ന ഫംഗസ്, ഇത് മൈക്കോറൈസ. ഇങ്ങനെ മരത്തിന് മുകളിലെല്ലാം നമ്മൾ കാടിലോ അതുപോലെ പറമ്പിലെല്ലാം നമുക്ക് കാണാം. പ്രത്യേകിച്ച് തെങ്ങിലും അതുപോലെ കവുങ്ങിലെല്ലാം നമുക്ക് കാണാം. അതുപോലെ പ്ലാവിലെല്ലാം, ആർട്ടോകാർപ്പസ് എന്ന് പറയുന്ന പ്ലാവിലെല്ലാം, ചക്ക ഉണ്ടാവുന്ന പ്ലാവിലെല്ലാം നമുക്ക് ഈ ലൈക്കണുകൾ കാണാം. ലൈക്കണിന്റെ പ്രത്യേകത, ലൈക്കൺസ് ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. They cannot grow in polluted area. പൊല്യൂട്ടഡ് ഏരിയകളിൽ ഇവർക്ക് വളരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡിന്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉള്ള ഭാഗങ്ങളിൽ ഈ ഫംഗസുകൾ വളരില്ല. പ്രധാനമായും നമുക്ക് കാട്ടിലെല്ലാമാണ് ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ കഴിയുക. ഫോറസ്റ്റ് റീജിയനിലാണ് പ്രധാനമായും കാണുക. അപ്പോൾ പൊല്യൂഷൻ ഫ്രീ റീജിയനുകളിലാണ് ഇവിടെ കാണുക. അടുത്ത് നോക്കാം. ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ, 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഫ്രാഗ്മെന്റേഷനിലൂടെ, ഫിഷനിലൂടെ, ബഡ്ഡിങ്ങിലൂടെ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ എസെക്ഷൽ സ്പോർസ്, അത് കൊനീഡിയ ആവാം, സ്പൊറാഞ്ചിയോസ്പോർസ് ആവാം, സൂസ്പോർസ് ആവാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ സെക്ഷൽ സ്പോർസ്, oospores or zygospores, ascospores and basidiospores. അടുത്തത് ഇതിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഫ്രാഗ്മെന്റേഷൻ. ഈ കാണുന്ന ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇവിടെ ഓരോ പീസുകളായി മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ ഓരോ ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഇനി ഇത് ഈസ്റ്റിലെ അതുപോലെ ബഡ്ഡിങ്ങും അതുപോലെ ഫിഷനുമാണ്. ബഡ്ഡിങ് നമുക്കറിയാം, ഈസ്റ്റിന്റെ ഒരു സെല്ല് അതിൻ്റെ ഒരു ചെറിയ ബഡ് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഗ്രാജുവലി ഇങ്ങനെ എൻലാർജ് ചെയ്ത് വരുന്നു, അത് ഡിറ്റാച്ച് ചെയ്ത് പുതിയതായി മാറും. അപ്പോൾ ഫ്രാഗ്മെന്റേഷൻ ഏതൊക്കെയാണ്? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എസെക്ഷൽ വെജിറ്റേറ്റീവ് മെത്തേഡ്. എസെക്ഷൽ അല്ല, വെജിറ്റേറ്റീവ് മീൻസ്. എസെക്ഷൽ മീൻസ് ബൈ കൊനീഡിയ. എന്താ നോക്കുക? കൊനീഡിയെ കുറിച്ച് നമ്മൾ വിശദമായി അടുത്ത ഭാഗത്ത് കാണും. അതുപോലെ സ്പൊറാഞ്ചിയോസ്പോർസ്, അതുപോലെ സൂസ്പോർസ് മോട്ടയിലാണ്. ഇനി സെക്ഷൽ സ്പോറുകളാണ്. സെക്ഷൽ സ്പോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായും നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വിവിധ ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കാം, oospores, ascospores ആൻഡ് ബസിഡിയോസ്പോർസ്. ഇതെല്ലാം ഉണ്ടാവുന്നത് ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ടുള്ള, വളരെ കോൺസ്പിക്വസ് ആയിട്ടുള്ള, വളരെ പെക്യൂലിയർ ആയിട്ടുള്ള, അത് ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഇത് ബെസിഡിയോകാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡി. ഇങ്ങനെയുള്ള ഫ്രൂട്ടിംഗ് ബോഡികളിലാണ് ഇവർ നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫംഗസിന്റെ ലൈഫ് സൈക്കിളിൽ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണുള്ളത്. എത്ര സ്റ്റെപ്പുകളുണ്ട്?
ഫംഗസിന്റെ റീപ്രൊഡക്ഷനിൽ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. ആദ്യത്തേതാണ് പ്ലാസ്മോഗമി. നോക്കുക, ഇതാണ് പ്ലാസ്മോഗമി. 2 സെല്ലുകളുടെ സൈറ്റോപ്ലാസങ്ങൾ, ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗമീറ്റ്. 2 മോട്ടൈൽ ഗമീറ്റുകൾ അതിന്റെ സൈറ്റോപ്ലാസങ്ങൾ ഇങ്ങനെ ഫ്യൂസ് ചെയ്യുന്നു. സാധാരണ ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യേണ്ടത്, അതിന് പകരം സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഫ്യൂഷൻ ആണ്. പ്ലാസ്മോഗമി, പ്ലാസം, കാരിയോപ്ലാസം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം ആണ് ഫ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞാൽ, അപ്പൊ ഇതിനകത്ത് ഈ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ അതിനകത്ത് 2 ന്യൂക്ലിയസുകളുണ്ട്. ഈ സ്റ്റേജ് നമ്മൾ പറയുന്ന പേരാണ് ഡൈകാരിയോൺ. എന്ത് പറയുന്നു? ഡൈകാരിയോൺ എന്ന് പറയുന്നു. അതിനുശേഷമാണ് കാരിയോഗമി നടക്കുന്നത്, ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ. അപ്പൊ പ്ലാസ്മോഗമിയുടെയും അതുപോലെ കാരിയോഗമിയുടെയും ഇടയിൽ ഒരു 2 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ഉണ്ട്. അത് നമ്മൾ പറയുന്നതാണ് ഡൈകാരിയോട്ടിക് ഫേസ്. എന്ന് പറയുന്നു? ഡൈകാരിയോട്ടിക് ഫേസ്. ഡൈകാരിയോട്ടിക്. ഇനി മിയോസിസ്, മൂന്നാമത്തേതാണ് മിയോസിസ്. അപ്പോൾ പ്ലാസ്മോഗമി 1, 2 കാരിയോഗമി, 3 മിയോ. ഒരിക്കലും മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ. ഇന്ന് ആ മിയോസിസ് നടന്നാണ് ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ടാവുകയും ആ ഹാപ്ലോയിഡ് സ്പോറുകൾ എന്ത് ചെയ്യുന്നു? ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും ഹാപ്ലോയിഡ് ആയിട്ടുള്ള താലസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നോക്കാം. ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ 2 haploid hyphae come together and fuse. Some fungi ഈ 2 സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സെല്ലുകളായി മാറുന്നില്ല. പ്രത്യേകിച്ച് ആസ്കോമൈസെറ്റിലും ബെസീഡിയോമൈസെറ്റിലും ഡൈകാരിയോട്ടിക് സ്റ്റേജ് വളരെ പ്രോമിനന്റ് ആണ്. ആൻഡ് ഈ സ്റ്റേജ് നമ്മൾ പറയുന്നു ഡൈകാരിയോൺ. പിന്നീടാണ് അവർ ഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നത്? ഡിപ്ലോയിഡ് സെല്ലുകൾ ഉണ്ടാവുന്നത്. അതിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നു? അവരുടെ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ 3 സ്റ്റേജുകൾ ഏതൊക്കെയാണ്? പ്ലാസ്മോഗമി, അത് കഴിഞ്ഞ് കാരിയോഗമി, അതിനുശേഷമാണ് എന്തിലേക്ക് വരുന്നത്? മിയോസിസിലേക്ക്. ഇനി ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക. ബേസ്ഡ് ഓൺ ദ മോർഫോളജി ഓഫ് മൈസീലിയം. മൈസീലിയത്തിന്റെ മോർഫോളജി അതുപോലെ സ്പോർ ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഫ്രൂട്ടിംഗ് ബോഡിയെ ബേസ് ചെയ്തുകൊണ്ട് ഫംഗൈ ക്യാൻ ബി, അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് 1 ഫൈക്കോമൈസെറ്റ്, 2 ആസ്കോമൈസെറ്റ്, 3 ബെസിഡിയോമൈസെറ്റ്, 4 ഡ്യൂട്രോമൈസെറ്റ്. ഇങ്ങനെ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കും, 4 ക്ലാസുകൾ. ആദ്യത്തേതാണ് ഫൈക്കോമൈസെറ്റുകൾ. ഫൈക്കോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആൽഗെ എന്നാണ്. ആൽഗെ. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആൽഗൽ ഫംഗൈ എന്നൊക്കെ പറയാറുണ്ട്. ആൽഗൽ ഫംഗൈ എന്നോ അക്വാട്ടിക് ഫംഗൈ എന്നോ പറയുന്നു. കാരണം ഇത് ആൽഗയും ഫംഗസും കൂടി ചേർന്ന ലൈക്കൺ അല്ല. ആൽഗൽ ഫംഗൈ എന്ന് പറയാനുള്ള കാരണം ദേ റിക്വയർ മോയിസ്റ്റ് എൻവയോൺമെന്റ്. നോക്കുക, നമുക്ക് കാണാം, ദേ ആർ ലിവിംഗ് ഓൺ അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആൻഡ് ഡീക്കേയിങ് വുഡ്, മോയിസ്റ്റ് ഡാംപ് പ്ലേസസ്, അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്, അല്ലെങ്കിൽ എന്തായി ജീവിക്കുന്നു? ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയി ജീവിക്കുന്നു. എന്താണ് ഒബ്ലിഗേറ്റ്? ദേ സ്ട്രിക്ട്ലി ലിവ് ആസ് പാരസൈറ്റ്. പാരസൈറ്റ് ആയി മാത്രം ജീവിക്കുന്ന പ്ലാന്റുകൾ ജീവിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ആൽബുഗോ. മൈസീലിയം എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എസെപ്റ്റേറ്റ്, സീനോസൈറ്റിക് ആണ്. ആൻഡ് എക്സാമ്പിൾസ് ആർ മ്യൂക്കർ, റൈസോപ്പസ് ആൻഡ് ആൽബുഗോ. റൈസോപ്പസിനാണ് നമ്മൾ ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത്. ആൽബുഗോ പാരസൈറ്റിക് ഫംഗസ് ആണ്. മസ്റ്റാർഡിലെ പാരസൈറ്റിക് ഫംഗസ് ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മ്യൂക്കറോസിസ് എന്ന് പറയുന്ന അസുഖമാണ് നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ബ്ലാക്ക് ഫംഗസ് രോഗത്തിന് കാരണമായി മാറുന്നത്. മ്യൂക്കർ. നോക്കാം. ഫൈക്കോമൈസസിന്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സൂസ്പോർസ് ഓർ മോട്ടൈൽ സൂസ്പോർസ്. ഇത് മോട്ടൈൽ സൂസ്പോറുകളാണ്. സൂ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആനിമൽ എന്നാണ്. സൂസ്പോർ ആനിമൽ, ദാറ്റ് ഈസ് മോട്ടൈൽ നേച്ചർ, അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോർസ് ആവാം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പൊറാഞ്ചിയത്തിനകത്താണ്. ഒരു സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിനകത്താണ് ഈ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? സ്പൊറാഞ്ചിയോസ്പോർസ് എന്ന് പറയാം. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്
and form zygospore. Gametes are isogametes or anisogametes or oogametes. സിമിലർ സൈസോട് കൂടിയ സിമിലർ ക്യാരക്ടറോട് കൂടിയ ഐസോഗമീറ്റുകളാവാം, അല്ലെങ്കിൽ അനൈസോഗമീറ്റുകളാവാം, അല്ലെങ്കിൽ ഊഗമീറ്റ്സ് ആവാം. എന്തായാലും അവിടെയും സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൈഗോസ്പോർ അല്ലെങ്കിൽ ഊസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പൊറാഞ്ചിയത്തിന് അകത്താണ്. അതായത് എൻഡോജീനസ് എന്ന് പറയാം. എൻഡോജീനസ് ആണ്. എൻഡോജീനസ് ഒറിജിൻ ആണ് കാണുക. എൻഡോജീനസ് ഒറിജിൻ ആണ് കാണുന്നത്. അതിന്റെ എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? 3 എക്സാമ്പിളുകൾ: റൈസോപ്പസ്, മ്യൂക്കർ ആൻഡ് ആൽബുഗോ. ആൽബുഗോന്റെ പ്രത്യേകത മറക്കരുത്. ആൽബുഗോ ഈസ് എങ്ങനെയുള്ളതാണ്? ആൽബുഗോ മസ്റ്റാർഡിൽ പാരസൈറ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫംഗസ് ആണ് ആസ്കോമൈസെറ്റുകൾ. സാക് ഫംഗൈ എന്ന് പറയുന്നു. സാക് ഫംഗൈ. ആസ്കസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സാക് എന്നാണ്. അപ്പൊ ഇതിലെ യൂണിസെല്ലാർ മെമ്പർ ആണ് ഈസ്റ്റ്. ഈസ്റ്റിന്റെ ജീനസ് നെയിമാണ് സക്കാരോമൈസസ്. സക്കാരോമൈസസ് സെർവിസി. ഒരേ ഒരു യൂണിസെല്ലാർ ഫംഗസ് ആണ്. യൂണിസെല്ലാർ വളരെ മനോഹരമായി ഈസ്റ്റിന്റെ ബഡിങ് നമുക്ക് കാണാം. ഇത് ഈസ്റ്റിന്റെ സ്ട്രക്ചർ. മൾട്ടിസെല്ലാർ മെമ്പേഴ്സ് ഉണ്ട്, പെനിസിലിയം പോലുള്ള മെമ്പേഴ്സ്. ആൻഡ് മൈസീലിയം ഈസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. ചിത്രം നോക്കുക, ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ഇനി എല്ലാ ഫംഗൽ ഗ്രൂപ്പുകളും ആസ്കോമൈസെറ്റും ബെസിഡിയോമൈസെറ്റും ഡ്യൂട്രോമൈസെറ്റും എല്ലാം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ആൻഡ് ദേ ആർ സപ്രോഫൈറ്റ്. അതിന്റെ ഹാബിറ്റാറ്റും അല്ലെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷനും സപ്രോഫൈറ്റ് ആവാം, ഡീകമ്പോസർ ആവാം, പാരസൈറ്റ് ഓർ കോട്ട്പ്രോഫിലസ്. കോട്ട്പ്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഫീക്കസ് എന്നാണ്. കോട്ട്പ്രോഫാഗി, ഫീക്കസിനെ ഫീഡ് ചെയ്യുന്നതിനാണ് കോട്ട്പ്രോഫാഗി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോട്ട്പ്രോഫിലസ് ദേ ഗ്രോയിങ് ഓൺ ഡങ്, ഡങ്ങിൽ ജീവിക്കുന്ന ഫംഗസ് ആണ്, അല്ലെങ്കിൽ ഫീക്കസിൽ വളരുന്ന ഫംഗസ് ആണ്. ഓക്കെ, ആസ്കോമൈസെറ്റിന്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുക. കൊനീഡിയയിലൂടെ ആവാം. കൊനീഡിയ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സോജീനസ്, പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കുക, ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മൈസീലിയം, കൊനീഡിയോഫോർ എന്ന് പറയുന്ന മൈസീലിയത്തിന്റെ പുറത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു റോ ആയി, വരിയായി, മണിയായി നമുക്ക് കൊനീഡിയ കാണാം. സോ എക്സോജീനസ്. എക്സോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പുറത്തെന്നാണ്. ജീനസ് ജനിക്കുന്ന. എക്സോജീനസ്ലി ഒറിജിനേറ്റിംഗ്. ആൻഡ് കൊനീഡിയ ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് മൈസീലിയം. കൊനീഡിയയിൽ നിന്ന് പുതിയ മൈസീലിയങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തതാണ് ആസ്കോമൈസെറ്റുകൾ. ആസ്കോമൈസെറ്റിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അടുത്തത്. നോക്കാം, ആസ്കോമൈസെറ്റിന്റെ ആസ്കോസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി ഇൻ ആസ്കസ്. ഇങ്ങനെ ആസ്കസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു സാക്ക് എന്നാണ് നമ്മൾ അതിന് പറയാം, സഞ്ചി. ഈ സഞ്ചിക്കകത്ത് 8 ആസ്കോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ സെക്ഷൽ സ്പോർ എന്താണ്? സെക്ഷൽ സ്പോർ എൻഡോജീനസ് ആണ്. എസെക്ഷൽ സ്പോർ എന്താണ്? എക്സോജീനസ് ആണ്. ഇങ്ങനെ ഒരേ ഒരു ഫംഗൽ ക്ലാസ് മാത്രമേ ഉള്ളൂ. അത് ആസ്കോമൈസെറ്റ് ആണ്. സോ ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡി, ഇത് ഫ്രൂട്ടിംഗ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ആസ്കോകാർപ്പ്. കാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിനാണ് നമ്മൾ കാർപ്പ് എന്ന് പറയുക സാധാരണ. എക്സാമ്പിളുകളാണ് ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ന്യൂറോസ്പോറയുടെ പ്രത്യേകത, ഇത് ന്യൂറോസ്പോറയാണ്. ന്യൂറോസ്പോറ സാധാരണഗതിയിൽ ബയോകെമിക്കൽ വർക്കിലും ജെനറ്റിക്കൽ വർക്കിലും അതുപോലെ സൈറ്റോളജിക്കൽ സ്റ്റഡീസിലും എല്ലാം ഉപയോഗിക്കുന്നു. മ്യൂട്ടേഷൻ സ്റ്റഡീസിലെല്ലാം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ന്യൂറോസ്പോറയെ വിളിക്കുന്ന പേരാണ് ഡ്രോസോഫൈല ഓഫ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിന്റെ ഭാഗമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ പറയുന്നത്. ന്യൂറോസ്പോറ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഏത് ഫംഗസ് ആണ് ബയോകെമിക്കൽ എക്സ്റ്റെൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ബയോകെമിക്കൽ, ജെനറ്റിക്കൽ, മ്യൂട്ടേഷണൽ, സൈറ്റോളജിക്കൽ സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ന്യൂറോസ്പോറ. ആൻഡ് ദീസ് ആർ മോറൽസ് ആൻഡ് ബഫിൾസ്. മോറൽസ് ആൻഡ് ട്രഫിൾസ്. ഓക്കെ, ദേ ആർ എഡിബിൾ ആൻഡ് ഡെലിക്കേസി. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ വില കൂടുതലുമാണ് മോറൽസും ട്രഫിൾസും. സാധാരണ എഡിബിൾ ഫംഗസ് എന്ന് പറയുന്നത് നമ്മൾ ബസിഡിയോമൈസെറ്റിലെ അഗാരിക്കസിനെയൊക്കെ നമ്മൾ പറയാം, മഷ്റൂം അല്ല. മോറൽസും ബഫിൾസും എന്ത് തന്നെയാണ്? എഡിബിൾ ആണ്. ഇനി
ബെസിഡിയോമൈസറ്റിലേക്ക് പോവാം. ബെസിഡിയോമൈസറ്റിന്റെ കോമൺ നെയിം ആണ് ക്ലബ് ഫംഗായി. അപ്പൊ എല്ലാവർക്കും ഒരു കോമൺ നെയിം ഉണ്ട്. ഫൈക്കോമൈസറ്റ് ആൽഗൽ ഫംഗൈ ഓർ അക്വാട്ടിക് ഫംഗൈ, ആസ്കോമൈസറ്റ് സാക് ഫംഗൈ, ബെസിഡിയോമൈസറ്റ് ക്ലബ് ഫംഗൈ. ഇതിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആണ് മഷ്റൂം, ബ്രാക്കറ്റ് ഫംഗൈ ആൻഡ് പഫ് ബാൾ. They are growing on soil and log of wood and tree stump, living plant as parasite ആയിട്ട് വളരാം. അതിലൊന്നാണ് റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന പക്സീനിയും അതുപോലെ സ്മട്ട് ഡിസീസ് കോസ് ചെയ്യുന്ന ഉസ്റ്റിലാഗോ. റസ്റ്റ് കോസ് ചെയ്യുന്ന ആരാണ്? പക്സീനിയ, PUCCINIA. രണ്ടും മറക്കരുത്. മാച്ചിങ് ടൈപ്പിൽ റോങ് അങ്ങനെയുള്ള എല്ലാം ചോദിക്കാറുണ്ട്. ഉസ്റ്റിലാഗോ, സ്മട്ട് ഫംഗസ്. And mycelium is branched and septate. നമുക്കറിയാം ഫൈക്കോമൈസറ്റിൽ മാത്രമാണ് എസെപ്റ്റേറ്റ് സിനോസൈറ്റ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാത്തിലും എന്ത് തന്നെയാണ്? ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. മഷ്റൂമിന്റെ ബ്രാക്കറ്റ് ഫംഗ, ഇത് നമ്മൾ മരത്തടിയിലേക്ക് കണ്ടിട്ടുണ്ട്, കഥകളിക്കാരുടെ സൈഡിലേക്ക് വെക്കുന്ന പോലെ ഇങ്ങനെയുള്ള വളരെ വീതി കൂടിയ പോളിപോറസ് എന്ന് പറയുന്ന ഫംഗസ്, പഫ് ബാളുകൾ, അതുപോലെ അമാനിറ്റ എന്ന് പറയുന്ന ടോഡ് സ്റ്റൂൾ. ഇനി എസെക്ഷൽ സ്പോർസ് ആർ ജനറലി നോട്ട് ഫൗണ്ട്. അതായത് എസെക്ഷൽ സ്പോർ നമ്മൾ കണ്ടെത്തിയിട്ടില്ല, കൊനീഡിയ ഒന്നുമില്ല. ബട്ട് ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ഈസ് കോമൺ ആൻഡ് സെക്സ് ഓർഗൻസ് ആർ ആബ്സെന്റ്. സെക്സ് ഓർഗൻസ് ഇല്ല. ഇവിടെ പ്ലാസ്മോഗമി ബൈ ദ ഫ്യൂഷൻ ഓഫ് ടു വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ്. സാധാരണ രണ്ട് വ്യത്യസ്തമായ ഹൈഫകൾ തമ്മിൽ ഫ്യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്ലാസ്മോഗമി നടക്കുന്നത്. ആൻഡ് ദ റിസൾട്ടന്റ് ഈസ് എ ഡൈകാരിയോട്ട്. അതിൽ നിന്ന് ഒരു ബെസീഡിയം, ഇതുപോലെ ബെസീഡിയം ഉണ്ടാവുന്നു. അപ്പോ സെക്സ് ഓർഗനുകളില്ല. ശ്രദ്ധിക്കുക, സെക്സ് ഓർഗനുകളില്ല. പ്ലാസ്മോഗമി നടക്കുന്ന സൈറ്റോപ്ലാസത്തിന്റെ ഫ്യൂഷൻ നടക്കുന്ന ഗമീറ്റുകളിലല്ല. വെജിറ്റേറ്റീവ് സെൽ, സൊമാറ്റിക് സെല്ലുകൾ, രണ്ട് ഡിഫറെന്റ് ജീനോടൈപ്പോട് കൂടിയ സ്ട്രൈനുകളുള്ള ഫംഗസുകളുടെ സൊമാറ്റിക് സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഡൈകാരിയോൺ, അതായത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ല, ബെസീഡിയം പ്രൊഡ്യൂസ് ചെയ്തു. ഡൈകാരിയോട്ടിക് ആയിട്ടുള്ള ബെസീഡിയം പ്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് കാരിയോഗമി ആൻഡ് മിയോസിസ് ഒക്കർ ഇൻ ദ ബെസീഡിയം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരിയോഗമിയും മിയോസിസും ബെസീഡിയത്തിലാണ് നടക്കുന്നത്. അതിനുശേഷം 4 നമുക്കറിയാം മിയോസിസിന്റെ പ്രോഡക്റ്റ് 4 എസെക്ഷൽ സെൽ ഹാപ്ലോയിഡ് സെല്ലുകളാണ് മിയോസിസിന്റെ. അപ്പൊ 4 ബെസിഡിയോസ്പോർ എക്സോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുറത്താണ്. ഇങ്ങനെ ബെസീഡിയം ഉണ്ടാകുമ്പോൾ ആ ബെസീഡിയത്തിന്റെ പുറത്താണ് 1, 2, 3, 4 പുറം ഭാഗത്ത് എക്സോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ബെസീഡിയ ആർ അറേഞ്ച്ഡ് ഇൻ ദ ഫ്രൂട്ടിംഗ് ബോഡി കോൾഡ് ബെസീഡിയ. ഈ ബെസീഡിയോ കാർപ്പാണ് നമ്മൾ എഡിബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ അഗാരിക്കസ്, ദാറ്റ് ഈസ് മഷ്റൂം. ഉസ്റ്റിലാഗോ സ്മട്ട് ഫംഗസ്. ഉസ്റ്റിലാഗോ എന്ന് പറയുന്ന സ്മട്ട് ഫംഗസ് ആണ്. ആൻഡ് പക്സീനിയ റസ്റ്റ് ഫംഗസ്. മറക്കരുത്, ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അവസാനത്തെ ഫംഗൽ ഗ്രൂപ്പാണ് ഡ്യൂട്ടിറോമൈസറ്റ്. ഡ്യൂട്ടിറോമൈസറ്റ് നമ്മൾ കോമൺ ആയി വിളിക്കുന്ന പേരാണ് ഫംഗൈ ഇംപെർഫെക്റ്റി. ഇംപെർഫെക്റ്റി എന്ന് പറയുന്ന വാക്കിനർത്ഥം ഇംപെർഫെക്റ്റ്, നോട്ട് പെർഫെക്റ്റ്. പെർഫെക്റ്റ് അല്ല. എന്താണ് പെർഫെക്റ്റ് അല്ല? ബിക്കോസ് ദെയർ asexual phase is only known, sexual phase is unknown. Sexual phase കണ്ടെത്തിയിട്ടില്ല. The perfect phase or sexual phase is not yet discovered. If it is discovered, നമ്മൾ ഈ ഡ്യൂട്ടിറോമൈസറ്റിൽ ഉൾപ്പെടുന്ന എല്ലാ ഫംഗൽ ക്ലാസിനെയും പ്രത്യേകത സെക്ഷൽ ഫേസ് നോട്ട് യെറ്റ് ഡിസ്കവേർഡ്. അതുകൊണ്ട് തന്നെ when it is discovered പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്ത് ആസ്കോമൈസറ്റിലേക്കോ ബെസീഡിയോമൈസറ്റിലേക്കോ മാറ്റുന്നു. ആസ്കോമൈസറ്റിലേക്കോ ബെസീഡിയോമൈസറ്റിലേക്കോ മാറ്റുന്നു. അതായത് ഇവിടെ സെക്ഷൽ ഫേസ് ആബ്സെന്റ് ആണ്. സെക്ഷൽ ഫേസ് ഡിസ്കവർ ചെയ്യുന്നവരെ മാത്രമാണ് ഡ്യൂട്ടിറോമൈസറ്റ്സിൽ ഒരു ഫംഗൽ മെമ്പറിന് സ്ഥാനമുണ്ടാവുക. ഓക്കെ, they are correctly identified and moved out of deuteromycete. Deuteromycetes are reproduced only by asexual spore like conidia. അപ്പോൾ കൊനീഡിയയുടെ പ്രത്യേകത ആസ്കോമൈസറ്റിലുണ്ട്, അതേപോലെ ഡ്യൂട്ടിറോമൈസറ്റിലും എന്തുണ്ട്? കൊനീഡിയ ഉണ്ട്. എന്നാൽ സെക്ഷൽ സ്പോർ ഇല്ല. മൈസീലിയം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് ആണ്. സം ആർ സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്. മെജോറിറ്റി ഓഫ് ദം ആർ ഡീകമ്പോസർ and helping in decomposers of litter and help in the mineral recycling. Example Alternaria,
കോളിറ്റോട്രൈക്കം ആൻഡ് ട്രൈക്കോഡർമ. ആൾട്ടർനേരിയ എക്സാമ്പിളുകൾ മറക്കരുത്. ആൾട്ടർനേരിയ, കോളിറ്റോട്രൈക്കം ആൻഡ് ട്രൈക്കോഡർമ. ACT, ആൾട്ടർനേരിയ, കോളിറ്റോട്രൈക്കം ആൻഡ് ട്രൈക്കോഡർമ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള വൈറസുകളാണ്. വൈറോയിഡും പ്രിയോണും എല്ലാം ഉണ്ടെങ്കിലും വൈറസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൈറസിന്റെ പ്രത്യേകത, ദേ ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ 5 kingdom ക്ലാസിഫിക്കേഷൻ. 5 kingdom ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്താം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വൈറസാണ് ഇവിടെയുള്ളത്. ഏതാണ്? കോവിഡ് വൈറസ് അല്ലേ? ആൻഡ് വൈറോയിഡ്സ് ആൻഡ് ആർ നോൺ സെല്ലുലാർ സ്ട്രക്ചർ ആൻഡ് ദേ ആർ നോട്ട് ട്രൂലി ലിവിങ് ആൻഡ് ദേ ആർ നോട്ടിങ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് 5 kingdom ക്ലാസിഫിക്കേഷനിൽ വൈറസിനെ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണം. വൈറസിനെ ഉൾപ്പെടുത്താതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല. 5 kingdom ക്ലാസിഫിക്കേഷൻ ഒന്നാമത്തെ ക്രൈറ്റീരിയയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സെൽ ടൈപ്പ്, വെദർ പ്രോകാരിയോട്ട് ഓർ യൂകാരിയോട്ട്. ഇവിടെ എന്തില്ല? സെല്ലുലാർ നേച്ചർ ഇല്ല. ഇതാണ് വൈറസുകൾ. ഇത് പ്രിയോണുകളാണ്. പ്രിയോൺ, ദിസ് ഈസ് പ്രിയോൺ ആൻഡ് വൈറോയിഡ് പാർട്ടിക്കിൾ. ആൻഡ് viruses they are inert crystalline structure and outside the living cell. living cell in പുറത്ത് inert ആണ്, but they are obligate parasite when they enter into the cell. ഇതൊരു ഹോസ്റ്റ് സെല്ലിന്റെ സെല്ലാണെങ്കിൽ ന്യൂക്ലിയസ്, അതുപോലെ റൈബോസം പോലുള്ള സ്ട്രക്ചറുകൾ. ഇതിന്റെ സെല്ലിന്റെ പുറത്ത് വന്ന് വൈറസ് നിൽക്കുന്നു. ഇതിന് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. ആ ജനറ്റിക് മെറ്റീരിയൽ മാത്രം അകത്തേക്ക് വിടും. ഈ ജനറ്റിക് മെറ്റീരിയൽ മൾട്ടിപ്ലൈ ചെയ്താണ് അത് റൈബോസം ഉപയോഗിച്ച് പുതിയ പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുക. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദേ ആർ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്. ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ, സെല്ലിനകത്ത് പാരസൈറ്റ് ആണ്. ദേ കിൽ, they infect the cell and take over the machinery of the host cell. host cellന്റെ machinery എടുക്കുകയും and they replicate themselves, replicate and kill the host cell. host cellനെ എന്ത് ചെയ്യുന്നു? കിൽ ചെയ്യുന്നു. and ലൂയി പാസ്റ്റർ, നമുക്കറിയാം പാസ്റ്റർ ആണ് വൈറസ് എന്ന് പറയുന്ന ടേം ആദ്യമായി കൊടുത്തത്. and which means venom or poison. venom or poison. വൈറസ് എന്ന് പറയുന്ന ടേം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ആരായിരുന്നു? ലൂയി പാസ്റ്റർ ആണ്. ഡിജെ ഇവാനോവ്സ്കി, ഡിമിത്രി ഇവാനോവ്സ്കി, ഇതാണ് ഡിജെ ഇവാനോവ്സ്കി. 1892 വൈറസ് ആദ്യമായി ഡിസ്കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ടൊബാക്കോ പ്ലാന്റിൽ മൊസൈക്ക് ഉണ്ടാക്കുന്ന കാരണമായി മാറുന്ന ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് ആദ്യമായി ഡിസ്കവർ ചെയ്യുന്നത്. ആരാണ് ഡിസ്കവർ ചെയ്തത്? 1892 ഡിജെ ഇവാനോവ്സ്കിയാണ് ഡിസ്കവർ ചെയ്യുന്നത്. and he recognized certain microbes that cause mosaic disease in tobacco. Mosaic disease in tobacco. And they are smaller than bacteria. They are smaller than bacteria and they are passed through bacterial filter. Bacteria filter ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയൽ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാൻ കഴിയുന്നതല്ല. ഇങ്ങനെ ആദ്യമായി കണ്ടെത്തിയ ഡിജെ ഇവാനോവ്സ്കി ആയിരുന്നു. അദ്ദേഹമാണ് ഡിജെ ഇവാനോവ്സ്കി. അതിനുശേഷം 1898 MW Jelinek demonstrated the extract of the infected plant of tobacco could cause the infection in the healthy plant. അദ്ദേഹം ഒരു ഇൻഫെക്റ്റഡ് പ്ലാന്റ് എടുത്തു. ആ ഇൻഫെക്റ്റഡ് പ്ലാന്റിന്റെ ഡിക്കോക്ഷൻ എടുത്ത് ആ ഡിക്കോക്ഷൻ ഹെൽത്തി പ്ലാന്റിന് കൊടുത്തപ്പോൾ ആ ഹെൽത്തി പ്ലാന്റ് എന്തായി മാറി? ഇൻഫെക്റ്റഡ് ആയി മാറി. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾക്ക് കോവിഡ് ഉണ്ട്, അയാളുടെ നേസൽ ഡ്രോപ്പിൽ നിന്നോ അല്ലെങ്കിൽ എയറോസ് ഡ്രോപ്പിൽ നിന്നോ എല്ലാം അടുത്ത ആളിലേക്ക് പകരാം. ആ ഫ്ലൂയിഡിനാണ് അദ്ദേഹം പറഞ്ഞു കണ്ടാജിയം വിവം ഫ്ലൂയിഡം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടാജിയം വിവം ഫ്ലൂയിഡം, ദാറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. ആ ഇൻഫെക്ഷ്യസ് പ്ലാന്റിൽ നിന്ന് എടുത്ത എക്സ്ട്രാക്റ്റ് ആണ് എന്തിലേക്ക് കൊടുക്കുന്നത്? ഡിക്കോക്ഷൻ ആണ് അടുത്ത ഹെൽത്തി പ്ലാന്റിലേക്ക് കൊടുക്കുന്നത്. ആ ഫ്ലൂയിഡിനെ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ്, ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് കണ്ടാജിയം വിവം ഫ്ലൂയിഡം. MW Jelinek 1898. പക്ഷേ നോക്കുക, ഇവിടെ 1935 അടുത്ത ആള് വരുന്നു WM സ്റ്റാൻലി. ഇനീഷ്യലുകൾ തെറ്റിപ്പോവരുത്. സ്റ്റാൻലി he crystallized virus. ആദ്യമായി വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്തത് അദ്ദേഹമാണ്. അതും ആരെ തന്നെയാണ്?
ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ആൻഡ് ദ ക്രിസ്റ്റൽ ലാർജ്ലി കണ്ടെയ്ൻ പ്രോട്ടീൻ. ആൻഡ് ദ വൈറസ് ഈസ് എ ന്യൂക്ലിയോപ്രോട്ടീൻ ആൻഡ് ഇറ്റ് ഹാസ് എ പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിഡ് ആണ്. ക്യാപ്സിഡുകൾ നമ്മൾ കോവിഡിന്റെ എല്ലാം വളരെ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ക്യാപ്സിഡ് കാണാം, ജനറ്റിക് മെറ്റീരിയൽ കാണാം, അതിന് ചുറ്റും പ്രോട്ടീൻ കോട്ട്. ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ഐദർ RNA ഓർ DNA. ഇത് പ്രോട്ടീൻ കോട്ടാണ്. ഇതാണ് DNA അല്ലെങ്കിൽ RNA. നോ വൈറസ് ഈസ് വിത്ത് ബോത്ത് DNA ആൻഡ് RNA. RNAയും DNAയും ഒരു വൈറസിലുമില്ല. ഐദർ RNA ഓർ DNA. ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഹൈലി ഇൻഫെക്ഷ്യസ്. ഇത് സാറ്റലൈറ്റ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ടിപ്പിക്കൽ വൈറസിന്റെ സ്ട്രക്ചർ, ജനറ്റിക് മെറ്റീരിയൽ, പ്രോട്ടീൻ കോട്ട്. ഓക്കെ. And viruses that infect plants have single-stranded RNA virus. Single-stranded RNA. ഇപ്പൊ നമ്മുടെ കോവിഡും ഒരു single-stranded RNA virus ആണ്. Virus that infect animals are single-stranded or double-stranded RNA or double-stranded DNA. Single-stranded DNA virus ഉണ്ട്. Single-stranded DNA virusന് എക്സാമ്പിൾ ആണ് 5x174 virus. ബാക്കിയുള്ളതെല്ലാം ഡബിൾ സ്റ്റാൻഡേർഡ് വൈറസ് ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമുക്ക് കോമൺലി ഉള്ളത്, എല്ലാ ജീവികളിലും കാണും. പക്ഷെ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA കാണാം. അതാണ് 5x174 വൈറസ്. ഇനി പ്ലാന്റിലാണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അനിമൽസിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആവാം, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആവാം. ബാക്ടീരിയോഫേജ് ദാറ്റ് കോസ് ബാക്ടീരിയ, ഇതാണ് ബാക്ടീരിയോഫേജിന്റെ ചിത്രം. ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇനി പ്രോട്ടീൻ കോട്ട് നമ്മൾ പറയുന്നു ക്യാപ്സിഡ് എന്ന് പറയുന്നു. അതിലെ ഓരോ സബ് യൂണിറ്റുകളെയും നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്സോമിയർ എന്നാണ് പറയുക. ആൻഡ് ദ ക്യാപ്സോമിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ. ഇങ്ങനെ ഹെലിക്കലായിട്ട് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു ഇതുപോലെ സ്പൈറൽ, ഹെലിക്കൽ അല്ലെങ്കിൽ പോളിഹെഡ്രൽ സ്ട്രക്ചറിലാവാം. പോളിഹെഡ്രലിന് എക്സാമ്പിൾ ആണ് പോളിഹെഡ്രലിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയോഫേജ്. ഹെലിക്കലിന് എക്സാമ്പിൾ ആണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. And virus that cause diseases like mumps, smallpox, herpes, influenza, AIDS, COVID, അല്ലെ H1N1, ഇപ്പോൾ സിക്ക വൈറസ്, നിപ്പ, ഇതങ്ങനെ ധാരാളം വൈറൽ ഡിസീസുകളുണ്ട്. ഒരു വൈഡ് റേഞ്ച് തന്നെ നമുക്ക് കാണാം. വളരെ സിമ്പിൾ കോമൺ കോൾഡ് പോലുള്ള ഡിസീസ് മുതൽ ആളുകളെ കൊല്ലുന്ന അല്ലെങ്കിൽ മരണത്തിന് കാരണമായി മാറുന്ന ചില ക്യാൻസറുകൾ, പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുക, സെർവിക്കൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ പോലുള്ള ക്യാൻസറുകൾ വൈറസ് ഉണ്ടാക്കാറുണ്ട്. എയ്ഡ്സ് പോലുള്ള മാരകമായ അസുഖങ്ങൾ, സ്മാൾ പോക്സ് പോലുള്ള അസുഖങ്ങൾ, ഇന്ന് ലോകം തന്നെ നിശ്ചലമായി നിൽക്കുന്ന കൊറോണ, കോവിഡ് പോലുള്ള വൈറസുകൾ, ഇങ്ങനെ ധാരാളം തരത്തിലുള്ള വൈറൽ ഡിസീസുകൾ കാണാം. ഓക്കെ. ഇനി എക്സാമ്പിളുകൾ മറക്കരുത്. മംസ്, സ്മാൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ ആൻഡ് എയ്ഡ്സ്. ഇത് NCERT പറയുന്ന എക്സാമ്പിളുകളാണ്. ഓക്കെ, NCERT പറയുന്ന എക്സാമ്പിൾ. ഓക്കെ. മംസ്, സ്മാൾ പോക്സ് വന്നത്. സ്മാൾ പോക്സ് എന്ന് പറയുന്നത് വസൂരിയാണ്. ചിക്കൻ പോക്സ് ഉണ്ട്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. ഇനി പ്ലാന്റിൽ വൈറസ് മൂലമുണ്ടാകുന്ന സിംറ്റംസ് ആണ് മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ് ആൻഡ് ഡോർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഇതെല്ലാം ഏതിന്റെ സിംറ്റംസ് ആണ്? വൈറസ് മൂലമുണ്ടാകുന്ന പ്ലാന്റ് ഡിസീസുകളുടെ സിംറ്റംസ് ആണ്. നോക്കാം. ഇത് ചില വൈറസുകളുടെ പിക്ചറുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ടീരിയോഫേജ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അഡിനോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, ബാക്ടീരിയോഫേജ് T4 വൈറസ്. ഇതിന്റെ മോളിക്കുലർ ഡയഗ്രം അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കൽ ഡയഗ്രമാണ് കൊടുക്കുന്നത്. എല്ലാം വളരെ ചെറിയ സൈസ് ആണ്. 50 നാനോമീറ്റർ, 20 നാനോമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. വൈറസ് എന്ന് പറയുന്നത് ഇൻട്രാസെല്ലുലാർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. എന്താണ് ഇൻട്രാസെല്ലുലാർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ? അവർക്ക് ഒരു സെല്ലിന് പുറത്ത് ജീവിക്കാൻ കഴിയില്ല. കാരണം വൈറസിനുള്ളത് ആകെയുള്ളത് ഒരു ജനറ്റിക് മെറ്റീരിയൽ, അത് DNA ആവാം അല്ലെങ്കിൽ RNA ആവാം, അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടാണ്. ഈ ജനറ്റിക് മെറ്റീരിയലിലാണ് അവരുടെ ആ കോഡോണുകളുള്ളത്. അതിന്റെ പ്രോട്ടീനുകൾ സിന്തസൈസ് ചെയ്യുന്നത് ഹോസ്റ്റ് സെല്ലിന്റെ റൈബോസോമുകളും tRNAയും അമിനോ ആസിഡുകൾ ഉപയോഗിച്ചാണ്. എന്നിട്ട് ആ സെല്ലിനെ തന്നെ നശിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കാം, നമ്മുടെ ലോകത്ത് ഇന്ന് പടർന്നു പിടിച്ചിരിക്കുന്ന കോവിഡ് വൈറസിൽ വെറും 15,000 ന്യൂക്ലിയോടൈഡുകളാണുള്ളത്. അതിൽ 15 ജീനുകൾ മാത്രമാണ് ആക്റ്റീവ്. അതുപയോഗിച്ചാണ് ഇത്രമാത്രം ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റുകൾ, അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റുകൾ ലോകത്തൊട്ടാകെ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൈറസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വളരെ മാരകമാണ്. നമ്മളെപ്പോഴും വാക്സിനുകളിലൂടെയാണ് പല വൈറൽ ഡിസീസുകളെയും നമ്മൾ തടുക്കുന്നത്. ഇപ്പൊ റാബീസ് വൈറസ്
അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഇതിനെല്ലാം വാക്സിനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക. പോളിയോ വൈറസ് ഡിസീസാണ്, അതിനും വാക്സിൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസീസുകളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഔട്ട്ലൈനുകൾ, അതുപോലെ കിങ്ഡം ഫംഗൈ, അതുപോലെ വൈറസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ ടാർഗറ്റ് ലേണിംഗ് ആപ്പിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. താങ്ക് യു. സ്റ്റഡി വെൽ. വൺസ് അഗൈൻ.